ഉത്തർപ്രദേശിലെ ഹാത്രസിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 121ആയി. 28 പേർക്കാണ് പരിക്ക്. ആൾദൈവം ബോലെ ബാബയുടെ പ്രാർത്ഥനാ ചടങ്ങിനിടയിലാണ് ദുരന്തമുണ്ടായത്. സംഭവത്തിന് പിന്നാലെ ബോലെ ബാബ ഒളിവിലാണ്. ആർ അച്യുതൻ ഹദ്രാസിലെ ജില്ലാ ആശുപത്രിയിൽ നിന്നാണ് ചേരുന്നത്. അച്യുതൻ, നമ്മൾ നേരത്തെ ഭയപ്പെട്ടതുപോലെ പരിക്കേറ്റവരുടെ പലരുടെയും ആരോഗ്യനില ഗുരുതരമാണ്. മരണനിരക്ക് ഉയരുകയാണ്. ദൗർഭാഗ്യം. ഹാഷ്മി, തീർച്ചയായിട്ടും നിലവിലിപ്പോൾ ഞാനുള്ളത് ഈ ഹത്രാസിലെ ജില്ലാ ആശുപത്രിക്ക് മുൻപിലാണ്. അതായത് ഈ അപകടത്തിന് ശേഷം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ട്രോമ സെൻറ്ററിൽ നിന്നും ആളുകളെ പരിക്കേറ്റവരെ അടുത്തെത്തിച്ച മറ്റൊരു ഹോസ്പിറ്റലാണ് ഹത്രാസിലെ ഈ ജില്ലാ ആശുപത്രി. ഒപ്പം തന്നെ പലരുടെയും മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതും ഇവിടെയാണ്. ലഭിക്കുന്ന വിവരമനുസരിച്ച് 38ഓളം മൃതദേഹങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ 36ഓളം മൃതദേഹങ്ങളുടെ തിരിച്ചറിയൽ നടത്തിയ ശേഷം അത് കൈമാറുവാനുള്ള നടപടികളിലേക്ക് കടന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ പരിക്കേറ്റവരിൽ പലരും ഇവിടെ ചികിത്സയിൽ കഴിയുകയാണ്. അല്പസമയം കഴിയുമ്പോൾ ഏതാണ്ട് ഒരു 11 മണിയോടുകൂടി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ ആശുപത്രി സന്ദർശിക്കും എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. നേരത്തെ NSG സംഘം ഇവിടെ എത്തി സുരക്ഷാ സംബന്ധമായ കാര്യങ്ങളുടെ പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷം 11 മണിയോടെ അദ്ദേഹം ഇവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പരിക്കേറ്റവരെ നേരിട്ട് കാണും മുഖ്യമന്ത്രി. അതിനുശേഷം തുടർ നടപടികളെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ മന്ത്രിമാർ ഈ ഹത്രാസ് കേന്ദ്രീകരിച്ച് തന്നെ അവരിപ്പോഴും തുടരുന്നുണ്ട്. അതായത് ഈ അടിയന്തര നടപടികൾ ഏത് തരത്തിലുള്ള ചികിത്സയിൽ കഴിയുന്നവർക്കാണെങ്കിലും മറ്റ് എന്ത് സഹായങ്ങൾക്കാണെങ്കിലും അത് ഉടനടി ഏർപ്പെടുത്തുവാൻ വേണ്ടി 2 മന്ത്രിമാരും ഈ ഹത്രാസ് കേന്ദ്രീകരിച്ച് തുടരുന്നുണ്ട്. അലിഗഡിലെ ആശുപത്രിയിലും പരിക്കേറ്റവർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഈ ബോലെ ബാബ സംഘടിപ്പിച്ച മതപ്രഭാഷണ വേദിയിൽ എത്തിച്ചേർന്ന ആളുകളായിരുന്നു അവസാനം തിക്കിലും തിരക്കിലും പെട്ട വലിയൊരു അപകടത്തിലേക്ക് എത്തുന്നത്. ഇതുവരെ 121 പേർ മരിച്ചതായുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. 28 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ചിലരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുകൂടി വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും പ്രാഥമിക അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വേഗത്തിൽ തന്നെ പുരോഗമിക്കുകയാണ്. നേരത്തെ ആ സംഭവ സ്ഥലത്ത് ഫോറൻസിക് സംഘമെത്തി പരിശോധനകൾ നടത്തി. അവിടെ നിന്ന് ലഭിച്ച ചെരുപ്പുകളും അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ടവരുടെ മറ്റ് സാധനങ്ങളുമെല്ലാം അവിടെ നിന്ന് ശേഖരിക്കുകയുണ്ടായി. അതെല്ലാം പരിശോധന നടത്തുമെന്ന് കൂടിയാണ് അവർ വ്യക്തമാക്കിയത്. ഒപ്പം ഇനി അറിയേണ്ടത് ഈ അപകടത്തിന് പിന്നിലെ വീഴ്ച അതാരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങൾ അതുകൂടി പരിശോധിച്ചു വരികയാണ്. ഈ ബോലെ ബാബയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ കൂടി ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒളിവിലാണെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ സംഭവത്തിന് പിന്നാലെ അദ്ദേഹത്തെ പിന്നെ ആരും കണ്ടിട്ട് പോലുമില്ല എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. എന്തായാലും അത് സംബന്ധിച്ചുള്ള അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. NDRF സംഘവും അപകട സ്ഥലത്ത് തുടരുകയാണ്. നിലവിൽ ഞാൻ നിൽക്കുന്ന ഈ ആശുപത്രിയിലാണ് ഭൂരിഭാഗം പേരെയും എത്തിച്ചത്. ഇവിടെ മൃതദേഹങ്ങൾ ഏതാണ്ട് 38 പേരുടെ മൃതദേഹങ്ങളും ഇവിടെ കൊണ്ടുവന്നിരുന്നു. എന്തായാലും അല്പസമയം കഴിയുമ്പോൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇവിടം പരിക്കേറ്റവരെ സന്ദർശിക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഹാഷ്മി, സ്മിത. ആർ അച്യുതനാണ്. ഒരുപാട് ജനബാഹുല്യമുള്ള പരിപാടിയായിരുന്നു. ഒരുപാട് പേർക്ക് പരിക്കുണ്ട്. പരിക്കേറ്റ പലരുടെയും നില അതീവ ഗുരുതരാവസ്ഥയാണ്. 150 മരണമെന്ന് ചില പ്രാദേശിക മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്കതിൻ്റെ നിശ്ചിതി അറിയില്ല. എന്തായാലും 116 രാവിലെയെങ്കിൽ ഇപ്പോൾ 121 ഉയരുന്നു. ഇനിയും ആ മരണനിരക്ക് ഉയരാതിരിക്കട്ടെ. ജില്ലാ ആശുപത്രിയിൽ നിന്നാണ് അച്യുതൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.